ഹലോ, നമ്മളെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഇതാ രാവിലെ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചപ്പാത്തിയാണ്, സാമ്പാറുണ്ട്, സാമ്പാറും ചപ്പാത്തിയാണ് കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞാപ്പുമാണ് കേട്ടോ, പരത്തി കുഞ്ഞി ചപ്പാത്തി വെച്ചിട്ടുണ്ടോ അവള്. ഞാൻ പരത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് കൈ കൊണ്ടൊക്കെ പരത്തിയിട്ട് വെച്ചാണ് കേട്ടോ. അത് നേരെ ചപ്പാത്തിയും സാമ്പാറും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് അങ്ങനെ വലിയ കോമ്പിനേഷനൊന്നും തോന്നിയില്ലായിരുന്നു. പിന്നെ ചപ്പാത്തി സാമ്പാർ തന്നപ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നേരെ ചപ്പാത്തീൻ്റെ പരിപാടിയും ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ചായയൊക്കെ കൊടുത്തിട്ട് പാത്രം കഴുകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. കുറേ പാത്രം ഉണ്ട് കഴുകാൻ. നേരെ അതൊക്കെ സോപ്പ് തേച്ചിട്ടതാണ് കേട്ടോ. അന്നേരം വേഗം കഴുകി എടുത്ത് വെക്കാം കേട്ടോ. ഒരു ചെറിയ പാത്രങ്ങളൊക്കെ ആദ്യം കഴുകി വെച്ചാൽ നമുക്ക് കരിപ്പാത്രം കഴുകൽ നടക്കുള്ളൂ. അല്ലെങ്കിൽ എണ്ണം മെഴുക്കും കരിയെല്ലാം കൂടെ ആകുമ്പോൾ നമ്മളെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ പിടിച്ചു പോയി കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചു പോയി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. അടുപ്പിൽ കരി ചീനച്ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കരിയൊക്കെ പാത്രത്തിൽ പിടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എൻ്റെ ഈ കൈയാണെങ്കിൽ ഇങ്ങനെ വര വീണ കൈ, അതിൻ്റെ ഉള്ളിലൊക്കെ ഈ കരി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പോകാൻ. പിന്നെ നമ്മൾ വീഡിയോസ് ഇപ്പോൾ 2-3 ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെയാണ് വരുന്നുള്ളൂ കേട്ടോ. ഒന്നാമത്തെ വീഡിയോസ് എടുക്കാനുള്ള മടി ഉണ്ട്. പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്നും കാണുന്ന വീഡിയോസ് തന്നെ എന്നും കാണുന്ന കുക്കിംഗ് തന്നെയല്ലേ കാണുന്നത്. വെറൈറ്റി ആയിട്ടൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്കും ഒരു ബോറടി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതെൻ്റെ നെയ്റ്റി വിഷുവിന് മേടിച്ച നെയ്റ്റിയാണ് കേട്ടോ. ഇത് വിഷുവിൻ്റെ അന്ന് രാവിലെയാണ്. ഇപ്രാവശ്യം നമ്മൾ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല വെച്ചാൽ വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. ചാട്ട എനിക്കും അമ്മക്കുള്ള നെയ്റ്റി കൊണ്ടുവന്ന് പിന്നെ അപ്പം തന്നെ അപ്പം തന്നെ ഇട്ടാണ് കേട്ടോ. പിന്നെ മെഷീൻ നമ്മളെടുത്തുള്ളതുകൊണ്ട് എപ്പോൾ കൊണ്ടുവന്നാലും വേഗം അടിച്ചിടാലോ. പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞു കൊണ്ടോ, കാണുമ്പോൾ തന്നെ അറിയില്ലേ, പാദത്തിൻ്റെ അത്ര കേട്ടോ വെള്ളമുള്ളൂ. അലക്കാനിപ്പോൾ വൈകുന്നേരം എല്ലാവരും രാത്രിയാണ് കുളി. 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും കുളിയും കഴിയും. പിന്നെ പുഴയൊക്കെ അലക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അന്നേരം പിന്നെ ഇങ്ങനെയാണ് കേട്ടോ, നേരം വൈകിട്ടാണ് കുളിക്കുക. അന്നേരം പിന്നെ എന്താ തുണിയൊക്കെ അവിടെ ബാലൻസ് ആവും അലക്കാനുള്ള. അന്നേരം നേരം വൈകിട്ടാണ് അലക്കൽ കേട്ടോ. അല്ല, രാവിലെയാണ് കേട്ടോ അലക്കൽ. രാത്രി അലക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ വൈകുന്നേരം അലക്കുന്ന തുണികളാണ്. നമ്മൾ കുളിച്ചിട്ട് മാറ്റുന്ന തുണികളൊക്കെ വൈകുന്നേരം അലക്കിയിടുന്നതാണ്. ഇപ്പോൾ അതുകൊണ്ടൊക്കെ അതുകൊണ്ട് രാവിലെ കുറേ അലക്കാണ്ടാവും. എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും കുഞ്ഞാപ്പൂന് ഒരു ദിവസം കുറേ മാറ്റിയിട്ടുണ്ട്. നമ്മൾ വെള്ളം കണ്ടോ, അങ്ങ് മേലെ വരെ ഉണ്ടാകുന്ന വെള്ളം ഉണ്ടോ, മൊത്തം കുറഞ്ഞ വെള്ളം. പിന്നെ ഇന്ന് നമ്മളെ ഇലക്ഷനാണല്ലോ. അന്നേരം ഇന്ന് വോട്ട് ചെയ്യാനൊക്കെ രാവിലെ പോയില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അമ്മയൊക്കെ പോയപ്പോൾ ഭയങ്കര തിരക്ക്. അമ്മ 7 മണിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ 10 മണിയൊക്കെ ആകാനായിട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലെ പോയില്ല, വെയിലത്ത് കുഞ്ഞാപ്പൂനിയും കൊണ്ടൊക്കെ പോകേണ്ട വിചാരിച്ച് പോയില്ല. പിന്നെ ചാട്ടം 4:30 പണി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയത്. പിന്നെ എനിക്ക് മടിയായി, എനിക്ക് പോകണം എന്നൊരിതുണ്ടായില്ല. എന്നിട്ട് വെയിലല്ലേ, അതായത് പിന്നെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴൊക്കെ വേഗം കയറ്റി വിടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് പോകാനൊരു മടി, അങ്ങനെ പോകാണ്ട് അവിടെ ചെയ്തത്. പിന്നെ ചാട്ടം പറഞ്ഞാൽ നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ആര് ജയിക്കും എന്താവും എന്നറിയില്ല. ആര് ജയിച്ചാലും തോറ്റാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കും. നേരതാ തുമ്പി ഇതാ ചക്കരയുണ്ടോ വീഡിയോ എടുത്തുന്നേരം അവൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു തുമ്പീനെ കണ്ടിട്ട് അതിൻ്റെ പുറകാലം അങ്ങോട്ട് പോയിട്ടോ. എന്നിട്ട് എല്ലാവർക്കും ഓരോരോ വിശ്വാസങ്ങളുണ്ടാവും, ഓരോരുത്തരോടുള്ള താല്പര്യങ്ങളുണ്ടാവും, ഓരോ പാർട്ടി ഉണ്ടാവും. അന്നേരം പാർട്ടിയോ അതൊന്നുമല്ല, നമ്മൾ മനുഷ്യന്മാരാണല്ലോ ഏറ്റവും വലുത്. ഞാൻ നമ്മൾ UP സ്കൂളിലാണ് കേട്ടോ വോട്ട് ചെയ്യാൻ വേണ്ടി പോയത്. അതെവിടെയാണ്, ചക്കരയും പൊന്നൂസൊക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ. അത് വോട്ടൊക്കെ ചെയ്തു. സ്കൂളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോകുമ്പോൾ ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. വോട്ട് ചെയ്യാൻ ഞങ്ങൾ മാത്രം ഉണ്ടായിട്ടില്ല നമ്മളെ ബൂത്തിലിട്ട്. ഇപ്പുറത്തൊക്കെ ബൂത്തിൽ ആളുണ്ടായിരുന്നു, ഞങ്ങളെ ബൂത്തിൽ ഞങ്ങളെ ഉണ്ടായിട്ടില്ല, വേറെ ആരും ഉണ്ടായിരുന്നില്ല ചെയ്യുക. അതുകൊണ്ട് വേഗം ചെയ്ത് വേഗം വന്നു. നേരെ വന്നു ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഒരു ചായയും ഒരു പരിപ്പ് വടയും കഴിച്ചു. കുഞ്ഞാപ്പോൾ ഒരു പഴംപൊരിയും കഴിച്ചു കേട്ടോ. കുറേ ആയി ഷാറിൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ കടയിലൊന്നും കയറലില്ല ഞങ്ങൾ ചായ കുടിക്കാൻ. അങ്ങനെ ടൗൺ പോക്ക് ഇപ്പോൾ കുറവാണ്, അതുകൊണ്ട് കയറലില്ല. പിന്നെ തിരിച്ച് വന്ന് ഷാറിനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കുന്ന കടയാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും എപ്പോഴും ഡ്രസ്സ് എടുക്കൽ. ഞാൻ ഇന്നലെ വന്നതാണ്, കുറേ വലിച്ചിട്ടുണ്ടായിരുന്നു. ചുരിദാർ എടുത്തു ഇന്നലെ. ഞാനൊരു കാപ്പിപ്പൊടി കളർ ചുരിദാറാണ് എടുത്തത്, കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നത്. നമ്മളെ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. ഇവിടെയൊക്കെ ആൾക്കാർ കല്യാണത്തിനൊക്കെ വന്നാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോഷൂട്ടും കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഈ കല്യാണത്തിന് മുന്നേ നമ്മൾ എടുക്കൂലേ ഫോട്ടോസ്, അതിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരും കേട്ടോ. ഇവിടെ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട്. അതായത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ വീട്ടിൻ്റെ. ഇത് നമ്മളെ കുറുക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീടാണ് കേട്ടോ. പിന്നെ നേരെ വന്നു, ഇത് ഐസ്ക്രീം മേടിച്ചുകൊണ്ടുണ്ടായിരുന്നു. കുഞ്ഞാപ്പൂന് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഐസ്ക്രീം മേടിച്ചു. പിന്നെ ഇപ്പുറത്തൊരു കടയുണ്ടായിരുന്നു, ഒരു ചെറിയൊരു കട ഉണ്ട്. അന്നേരം അവിടെ വന്നപ്പോൾ അവിടെ സൈക്കിള് ജീരക മുട്ടായി കണ്ടിട്ട് അത് വേണം പറഞ്ഞാൽ അതൊക്കെ മേടിച്ച് വെറുതെ മേടിക്കുന്നുണ്ടോ. അതിൻ്റെ അകത്ത് മുട്ടായിയൊക്കെ ഒരു 3-4 മണിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്, 10 രൂപയും. പിന്നെ കുഞ്ഞാപ്പൂ